ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ക്വീൻസ് കൗണ്ടർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 2 ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് ഞാനിവിടെ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 സവാള നല്ല തിന്നായിട്ട് അരിഞ്ഞു വെച്ചതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വഴറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുത്തത് എള്ളാണ്. ഞാനിവിടെ വൈറ്റ് കളർ എള്ളാണ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് എള്ളും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ തന്നെ വലിയ ജീരകവും 1 ടീസ്പൂൺ കസ്കസുമാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂനട്ടാണ്. ഞാനിവിടെ 5-6 കാഷ്യൂനട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ജസ്റ്റ് ക്രഷ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി സ്ലൈസ് ചെയ്തതും 5-8 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ പച്ചമുളകുമാണ്. 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള മിക്സും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം. അടിയിലൊന്നും പിടിക്കാണ്ട് നോക്കണം. ഇനി ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് എണ്ണയൊക്കെ തെളിയുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 തക്കാളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരുന്നവരെ വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിളും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. അപ്പോൾ ഞാൻ നേരത്തെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാ വെള്ളം ചേർത്താലും മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം ഒരുപാട് അങ്ങ് വെന്ത് പോവൊന്നും വേണ്ട. നല്ല പച്ചക്കളറിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. അപ്പം നമ്മുടെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.